കോമഡി ഉണ്ട്. ആദ്യം പോലെ തന്നെ ഉണ്ട്. കോമഡി ട്രാക്കിലാണ് പോകുന്നത് സിനിമ. നന്നായിട്ട് എല്ലാവരും നന്നായിട്ടുണ്ട്. പുതിയൊരു സംവിധായകനാണ്. ആ സംവിധായകൻ്റെ സൂപ്പർ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. നല്ല സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. രാജേഷ് മാധവൻ കൊള്ളാം. പിന്നെ നമ്മുടെ ജഗദീഷ് നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഗുരായിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. അശോകൻ ഒക്കെ നല്ലതാണ്. ജഗദീഷ് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. നല്ലൊരു സിറ്റുവേഷൻ കോമഡി ചിത്രം. നല്ല മൂവി, നല്ല ഡയറക്ഷൻ, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഒത്തിരി കോമഡി ഉണ്ട്. അടിപൊളിയാണ്. ഒരു അടിപൊളി എന്താ പറയുക, ഫൺ റൈഡാണ് പടം. എല്ലാവരും അതായത് ഇവരെല്ലാവരും ഒരുമിച്ച് സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള 80-90കളിലൊക്കെയാണ് നമ്മൾ ഇവരെ കാണുന്നത്. അത് എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയാണ്. മിസ്സിംഗ് ഉണ്ടായിരുന്ന ഇപ്പോൾ അടിപൊളി പടം. പടം ഉണ്ടായിരുന്നു. നല്ല പടമാണ്. കോമഡി എല്ലാം വർക്കൗട്ടാണ്. നല്ല ഒരു പുതുമയുണ്ട് എല്ലാത്തിനും. എല്ലാവരും നന്നായിട്ട് സ്കോർ ചെയ്തു. എല്ലാവരും ഒരു എന്താ നല്ലൊരു ഫീൽ കിട്ടി. അതെ രണ്ടായി വാച്ചബിളാണ്. നല്ല എന്റർടൈനറാണ്. സൂപ്പർ നല്ലായിരുന്നു. നല്ല എന്റർടൈനിങ് ആണ്. നല്ല ഒന്നും പറയാനില്ല. ഇറ്റ്സ് എ ഗുഡ് മൂവി. എന്തോ ചിരിച്ചു കാണാൻ പറ്റുമോ? ധീരൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയൊരു ആചാനുഭാവമായിട്ടുള്ള ഒരു നായകൻ വന്ന് തകർക്കുന്ന, അങ്ങനെയൊന്നുമല്ല. രാജേഷ് മാധവൻ എന്ന് പറയുന്ന ഒരു നടനെ വെച്ചിട്ട് ഈ ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യാൻ കാണിച്ച ആ ധീരതയെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. കാരണം ഭീഷ്മപർവം പോലുള്ള ഒരു സിനിമ റൈറ്റ് ചെയ്ത അദ്ദേഹമാണ്. ഈ ധീരൻ്റെ റൈറ്റിങ്ങും ഡയറക്ടറും. അതുപോലെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു പഴയകാല നടന്മാരെല്ലാം വിനീത്, പിന്നെ അശോകൻ, ജഗദീഷ്, അങ്ങനെ ഒരു താരനിര തന്നെയുണ്ട്. എല്ലാവരും അവരുടെ കിട്ടിയിട്ടുള്ള റോളും വളരെ മികച്ച രീതിയിലുണ്ട്. എന്തായാലും കോമഡി കണ്ടന്റ് തന്നെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. എന്തായാലും നമുക്ക് ലാഗില്ലാണ്ട്, ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയാണ്. ലാഗില്ലാണ്ട് നമുക്ക് മുഴുനീള ഒരു കോമഡി സിനിമയായിട്ട് തന്നെ കാണാം. ഒരു പ്രിയദർശൻ്റെ ഒരു ടച്ചൊക്കെ ഉണ്ട് അവസാനം ഒരു ക്ലൈമാക്സിൽ. അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഇത് തിയേറ്ററിൽ വന്ന് കാണുക. ഇത് നല്ല ഹിറ്റാവട്ടെ ഈ സിനിമ. കാരണം ഞാൻ ആശംസിക്കുകയാണ്. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ഒരു ബോറടിയ ലാഗൊന്നുമില്ലാത്ത ഒരു ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു മൂവി. പടം വാസ് ലൈറ്റ് ഹാർട്ടഡ്, ഒരു ഫീൽ ഗുഡ് മൂവി. ലോട്ട് ഓഫ് പഴയ കുറേ നടന്മാർ ഒരുമിച്ച് വന്നിട്ട് ഇറ്റ്സ് റിയലി നൈസ് ടു വാച്ച് ഓൾ ഓഫ് ദം ഓൺ ദി സ്ക്രീൻ. കോമഡിയാണ്. യെസ്, നമ്മളെ ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും. റിയലി നൈസ്. അടിപൊളിയായിട്ടുണ്ട്. റിയലി ഗംഭീര സിനിമ എന്ന് വെച്ചാൽ ഒരു സൂപ്പർ ഹിറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ദേവദത്ത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. സ്ക്രിപ്റ്റ് ആയാലും വിനീത്, അതുപോലെ അശോകൻ, ജഗദീഷ് ഏട്ടൻ, മനോജ് കെ ജയൻ, അവരുടെ ആ പഴയകാല നായകന്മാർ ഈ പ്രായത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഗംഭീര സിനിമയായിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. രാജേഷ് മാധവൻ അത് ഗംഭീരമായിട്ടുണ്ട്. ആൾ ആദ്യമേ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു പോകുന്ന ആളാണല്ലോ. ആ രീതിയിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടമാണ്. കോമഡിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അതെല്ലാം നല്ല അടിപൊളിയായിട്ട്, കോമഡിയും എല്ലാം ആക്ഷനും എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. നന്നായിട്ട് വർക്കായി. പടം നന്നായിട്ട് വർക്കായി. പിന്നെ ഇവരൊക്കെ എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ ഒരു കൗതുകമുണ്ടല്ലോ. സീനിയേഴ്സിനെ ഒരുമിച്ച് കാണുമ്പോൾ. പിന്നെ ദേവദത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു പുതിയ രീതിയാണ്. അത് നന്നായിട്ടുണ്ട്. ടോട്ടൽ പടം എനിക്ക് നന്നായി വർക്കായി. നന്നായി ജനം സ്വീകരിക്കും. തമാശകളൊക്കെ കിട്ടുന്നുണ്ട്. വിനീതൊക്കെ അസ്ത്രമായിട്ടുണ്ട്. എല്ലാവരും ആക്ടിങ് ബേസിലൊക്കെ നോക്കുമ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ട്. പടം എനിക്ക് നന്നായി വർക്കായിരുന്നു. അടിപൊളി പടമാണ്. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട്. ഈ ബാക്കിയൊക്കെ നാട്ടുകാർ വന്ന് കണ്ടിട്ട് അവർ പറയട്ടെ. നമ്മൾക്ക് എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്താകട്ടെ. സീരിയസ്. ഉറപ്പായിട്ട് അവരൊക്കെ എവിടെ പോയില്ലല്ലോ തിരിച്ചു വരാനായിട്ട്. അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ അടിപൊളിയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും അത് വേറെ വൈബാണ്. സൂപ്പറാണ്.